നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ SCERT-ക്കകത്ത് പുതിയ SCERT-ക്കകത്ത് നിന്നും നമുക്ക് MCQs ഉണ്ടാക്കി അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു 6-7 ചോദ്യങ്ങളാണ് ഒറ്റ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പോകുന്ന ടോപ്പിക്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക് തന്നെ ഈ ആഗോള മർദ്ദ മേഖലയാണ്. അവിടെ നിന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സെയിം SCERT-യിൽ നിന്ന് തന്നിട്ടുള്ള അതേ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആ പോർഷൻ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഓരോരോ ടോപ്പിക്കിൽ നിന്നും ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്രത്തോളം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 മലയാളം പറയാം. ആഗോള മർദ്ദ മേഖലകളെയും കാറ്റുകളെയും കുറിച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. 1, ദുർബലമായ തിരച്ചീന കാറ്റുകളും പ്രബലമായ ലംബവായു പ്രവാഹങ്ങളും ഉള്ളതിനാൽ ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ മേഖലയെ ഡോൾഡ്രം പ്രീവിയസ് ചോദ്യമാണ് വിളിക്കുന്നു. 2, ഭൂമധ്യരേഖ മേഖലയിൽ നിന്നുള്ള തണുത്ത മുകളിലെ വായുവിന്റെ താഴ്ച മൂലമാണ് പ്രധാനമായിട്ടും ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. 3, വളരെ തണുത്ത വായു 60 ഡിഗ്രി അക്ഷാംശങ്ങൾക്ക് സമീപം സ്ഥിരമായി സ്ഥിരതാമസമാക്കുന്നതിനാലാണ് ഉപധ്രുവ താഴ്ന്ന മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് PSCയുടെ ഒരു പാറ്റേൺ ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് നോക്കാം, ഈ ഒരു പോർഷൻ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ആഗോള മർദ്ദ മേഖലകളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് 0 ഡിഗ്രി എന്ന് പറയുന്നത്. 0 ഡിഗ്രി എന്ന് വിളിക്കും നമ്മള് മധ്യരേഖ. എന്ത് മർദ്ദം? ന്യൂനമർദ്ദം. അപ്പൊ നമുക്കറിയാം ന്യൂനമർദ്ദത്തിന് അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. അപ്പം മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ തെക്ക് 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും 30 ഡിഗ്രി വടക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അല്ലെ. 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായിരിക്കും. 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക്. അതിനുശേഷം 60 ഡിഗ്രി ആവുന്ന സമയത്ത് ഇവിടെ ഉച്ചമർദ്ദം ആണെങ്കിൽ അടുത്തത് ന്യൂനമർദ്ദമായിരിക്കും. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, താഴെ എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇവിടെ ന്യൂനമർദ്ദമാണ് രണ്ട് സൈഡിലെങ്കിലും അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഉച്ചമർദ്ദമാണ്. അത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇങ്ങനെയാണ് നമ്മൾ ആഗോള മർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. ഇനി ഓരോന്ന് നോക്കിക്കേ. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം ഇവിടെ താപനില കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് താപനില ഏറ്റവും കൂടുതലാണ് എവിടെ? ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഇവിടെ താപനില കൂടുമ്പോൾ വായു എന്ത് ചെയ്യും? ചൂടാവും, വികസിക്കും അല്ലെ. അങ്ങനെ ഉയരുന്നത് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ന്യൂനമർദ്ദ മേഖല ഉണ്ടാവുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളാൻ കാരണം. ലംബ ദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റ് വീശുവോ? ഇല്ല. കാറ്റ് ഇല്ലാത്ത ഈ മേഖലയാണ് ഡോൾഡ്രം എന്ന് വിളിക്കുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആഗോള മർദ്ദ മേഖലകളെയും കാറ്റുകളെയും കുറിച്ച് പറയുന്നതിനകത്ത് 1, ദുർബലമായ തിരച്ചീന കാറ്റുകളും പ്രബലമായ ലംബവായു പ്രവാഹങ്ങളും ഉള്ളതിനാൽ ഭൂമധ്യരേഖാ മർദ്ദ മേഖലയെ താഴ്ന്ന മർദ്ദ മേഖലയെ ഡോൾഡ്രം എന്ന് വിളിക്കുന്നു അല്ലെ. The equatorial low pressure belt is also known as the doldrum because it is characterized by weak horizontal wind and dominant vertical air currents. ആണല്ലോ. ഇവിടുത്തെ വായു ചൂടായി വികസിച്ചു പോകുന്നു, ടെമ്പറേച്ചർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലംബ ദിശയിൽ വായു പ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റ് വീശോ? ഇല്ല. കാറ്റുകൾ ഇല്ലാത്ത മേഖലയെ നമ്മൾ എന്ത് വിളിക്കും? നിർവാത മേഖല, ഡോൾഡ്രം എന്ന് വിളിക്കുന്നു. ഇനി മധ്യരേഖയിന് ഓപ്പോസിറ്റ് ആയിട്ട് അന്തരീക്ഷ സാഹചര്യങ്ങളാണ് ധ്രുവങ്ങളിലുള്ളത്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നു വരുന്ന സമയത്ത് അവിടെ എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയായിരിക്കും. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. അതായത് ധ്രുവീയ സൈഡുകളിൽ തണുപ്പല്ലേ കൂടുതൽ. തണുപ്പാവുമ്പം അവിടെ എന്ത് സംഭവിക്കും? മർദ്ദം കൂടും. സോ ഉച്ചമർദ്ദ മേഖലയാണ് അവിടെ ഉണ്ടാവുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്നും വികസിച്ചു വരുന്ന വായു ഉയർന്ന വിതാനത്തിൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായിട്ട് കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഉച്ച മർദ്ദ മേഖല, ഉപോഷ്ണം. ഏതാണ്? 60 ഡിഗ്രി തെക്ക് 60 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതുകൊണ്ട് ഉച്ചമർദ്ദ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ ഭൂഭ്രമണത്തിന്റെ സ്വാധീന ശക്തി കൊണ്ട് ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു.
അതുകൊണ്ട് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞു. ഭൂഭ്രമണത്തിന്റെ സ്വാധീന ശക്തി കൊണ്ട് ഈ മേഖലയിലെ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയരുന്നതുകൊണ്ട്. ഇനിയും സൂര്യന്റെ അയനത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ട് ആഗോളമർദ്ദ മേഖലകളിൽ എന്ത് സംഭവിക്കും? അപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാവും. സൂര്യൻ അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് സ്ഥാനമാറ്റം ഉണ്ടാവും. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും ശൈത്യകാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും ഇത് നീങ്ങും. ആഗോള മർദ്ദ മേഖലകൾക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം ആഗോള കാലാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു ആണല്ലോ. ഇതിനകത്ത് നിന്നും ഏതൊക്കെ പോയിന്റ്സ്? ഇത് കിട്ടി, നമുക്ക് ശരിയാണെന്ന് കിട്ടി. അടുത്തത് ഭൂമധ്യരേഖാ മേഖലയിൽ നിന്നുള്ള തണുത്ത മുകളിലെ വായുവിന്റെ താഴ്ച മൂലമാണ് പ്രധാനമായിട്ടും ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദമേഖല രൂപം കൊള്ളുന്നത്. ശരിയാണ്. വളരെ തണുത്ത വായു 60 ഡിഗ്രി അക്ഷാംശങ്ങൾക്ക് സമീപം സ്ഥിരമായി സ്ഥിരതാമസമാക്കുന്നതിനാലാണ് ഉപധ്രുവ താഴ്ന്ന മർദ്ദമേഖലകൾ രൂപപ്പെടുന്നത്. അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞോ? ഇല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 1ഉം 2ഉം മാത്രം. ഓക്കെ ആണേ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. ഇനി നോക്കിക്കേ, ഇതുകൂടെ പറയാം. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവവേദ്യമാവുന്ന എന്തുകൊണ്ടാ? നമ്മുടെ വായുവിന്റെ ചലനം, കാറ്റുകൊണ്ടാണ്. അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായു ഉണ്ട്. ഒന്ന് വായുവിന്റെ ചലനങ്ങളെ, അതായത് ലംബ ദിശയിലാണ്, പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് എയർ കറണ്ട്, വായു പ്രവാഹം എന്നും. ഇത് പെർപെൻഡിക്കുലർ അല്ലാതെ തിരശ്ചീനമായിട്ടാണെന്നുണ്ടെങ്കിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലൊക്കെ വായു വീശുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വിൻഡ് അഥവാ കാറ്റെന്ന് വിളിക്കും. ആണല്ലോ. ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഇളങ്കാറ്റുകൾ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് വിനാശം വിതയ്ക്കുന്ന കാറ്റുകൾ വരെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇവിടെ ഓർത്ത് വെച്ചേക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി രണ്ടാമത് കോറിയോലിസ് ബലവും കാറ്റിന്റെ ചലനവും പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കോറിയോലിസ് ബലം തൊട്ട് താഴെ നമ്മൾ പഠിക്കുന്നുണ്ട്. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? അത് നമ്മൾ +1 പഠിക്കുന്നതാണ്. കാറ്റിന്റെ വേഗതയും ശക്തിയെയും സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മർദ്ദ ചരിവ് ബലം, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും. 2 ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം. അതുപോലെ തന്നെയാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോറിയോലിസ് ബലം, കോറിയോലിസ് ഫോഴ്സ്. അതുപോലെ തന്നെ മർദ്ദ ചരിവ് ബലവും ഘർഷണ ബലവും കാറ്റിന്റെ വേഗതയും ശക്തിയെയും സ്വാധീനിക്കുന്നുണ്ട്. ആണല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? കോറിയോലിസ് പ്രഭാവം മൂലം വടക്കൻ അർദ്ധഗോളത്തിൽ കാറ്റുകൾ വലതുവശത്തേക്ക് വ്യതിചലിക്കുന്നു. കോറിയോലിസ് ബലം മൂലം കോറിയോലിസ് ബലം ഭൂമധ്യരേഖയിൽ മാക്സിമം ആണ്. ധ്രുവങ്ങളിൽ ഇതില്ല. മർദ്ദം കൂടുതലുള്ളിടത്ത് കാറ്റിന്റെ വേഗത സാധാരണയായിട്ട് ശക്തമാകും. സമുദ്രങ്ങൾക്ക് മുകളിലുള്ള ഘർഷണം താരതമ്യേന കുറവായതിനാൽ സമുദ്രങ്ങൾക്ക് മുകളിലുള്ള കാറ്റ് സാധാരണയായി ഭൂഖണ്ഡങ്ങൾക്ക് മുകളിലുള്ളതിനേക്കാളും ശക്തമാണ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നോക്കിയേ, കോറിയോലിസ് ബലവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് കോറിയോലിസ് ബലം. 1. 2. കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് സഞ്ചാരദിശയുടെ വലത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ആണല്ലോ. അപ്പം കോറിയോലിസ് പ്രഭാവം മൂലം വടക്കൻ അർദ്ധഗോളത്തിൽ കാറ്റുകൾ വലതുവശത്തേക്ക് വ്യതിചലിക്കുന്നു എന്നാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നുണ്ട്. ആണല്ലോ. ഇനി നോക്കിക്കേ, മറ്റ് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടില്ല കൃത്യമായിട്ട്. നമുക്ക് അതും കൂടെ നോക്കിയിട്ട് ആൻസറിലേക്ക് പോകാം. ഇവിടെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. നോക്കിക്കേ, കോറിയോലിസ് ബലം ഭൂമധ്യരേഖയിൽ പരമാവധി ആയിരിക്കും. ഇത് ധ്രുവങ്ങളിൽ ഇല്ല എന്നാ പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മർദ്ദം കൂടുതലുള്ളിടത്ത് കാറ്റിന്റെ വേഗത സാധാരണയായി ശക്തമാകും എന്നാണ് പറയുന്നത്. അതും ശരിയാണ്. മർദ്ദം കൂടുതലുള്ള ഇടത്ത് കാറ്റിന്റെ വേഗത സാധാരണയായി ശക്തമാകും. അതിനുശേഷം സമുദ്രങ്ങൾക്ക് മുകളിലുള്ള ഘർഷണം താരതമ്യേന കുറവായതുകൊണ്ട് സമുദ്രങ്ങൾക്ക് മുകളിലുള്ള കാറ്റ് സാധാരണയായി ഭൂഖണ്ഡങ്ങൾക്ക് മുകളിലുള്ളതിനേക്കാളും ശക്തമാണ്. ഇതും ശരിയാണ്. സോ ഇത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം 4ഉം മാത്രം ശരിയാണ്. അടുത്തത് ലോക്കൽ വിൻസ് ആണ്. അതായത് ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്ന ചോദ്യമാണ്. എന്താണ് പ്രാദേശികവാദം? നമുക്കറിയാം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായിട്ട് താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാവുന്ന കാറ്റാണ്. അതാണ് ലോക്കൽ വിൻസ്. ഈ പ്രാദേശികവാദം കാലികമായിരിക്കും. അതായത് അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റ്, അതായത് ഇന്ന സ്ഥലത്ത് അടിക്കുന്ന കാറ്റ്. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്.
ലൂ വടക്കേ ഇന്ത്യൻ സമതലം ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള കാറ്റ്. ചിനൂക്ക് പാറക്കെട്ടുകളുടെ ചരിവുകൾ ചൂടുള്ളതും വരണ്ടതുമായ കാറ്റ്. ഫെൻ ആൽപ്സ് പർവ്വതനിരകൾ തണുത്തതും ഈർപ്പമുള്ളതുമായ കാറ്റ്. ഹാർമഡൻ ആഫ്രിക്കയിലെ സഹാറ മേഖല തീവ്രമായ ചൂടിൽ നിന്നും ആശ്വാസം നൽകുന്നു. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ലൂ എന്താ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ്. ഇതൊരു ഉഷ്ണക്കാറ്റാണ്. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിലാണ് ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള കാറ്റ്. ആൻസർ ശരിയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ? ചിനൂക്ക് പാറക്കെട്ടുകളുടെ ചരിവുകൾ ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിര വരണ്ട ഉഷ്ണക്കാറ്റ് ആണല്ലോ. അതിനുശേഷം ഫെൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിര വരണ്ട ഉഷ്ണക്കാറ്റ്. നോക്കിക്കേ, ആൽപ്സ് പർവ്വതനിര തണുത്തതും ഈർപ്പമുള്ളതുമായിട്ടുള്ള കാറ്റാണോ? അല്ല, വരണ്ട കാറ്റ്. ഇവിടെ തെറ്റിപ്പോയി, ഇത് ശരിയാണ്. ലാസ്റ്റ് വൺ എന്താണ്? ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയാണ്. കൊടും ചൂടിന് ശമനമേകുന്നു. ആഫ്രിക്കയിലെ സഹാറ മേഖല തീവ്ര ചൂടിൽ നിന്നും ആശ്വാസം നൽകുന്നു. സോ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ എ. അടുത്തത് നാലാമത്തത് മേഘങ്ങളെയും മഴയും കുറിച്ചുള്ള പ്രസ്താവനയാണ്. സ്ട്രാറ്റസ് മേഘങ്ങൾ സാധാരണയായി താഴ്ന്ന അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുന്ന കട്ടിയുള്ള പാളികളുള്ള മേഘങ്ങളാണ്. 2, തീവ്രമായ സംവഹന പ്രവാഹങ്ങൾ മൂലമാണ് ക്യൂമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അവ ലംബമായ വികസനം കാണിക്കുന്നു. 3, സൂര്യപ്രകാശം എളുപ്പത്തിൽ തുളച്ചു കയറുന്നതിനാൽ നിംബസ് മേഘങ്ങൾ സാധാരണയായി വെളുത്ത നിറമായിരിക്കും. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ആൻസർ നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഘനീകരണം എന്നുള്ളത് തൊട്ടിട്ട് ഇങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘം, ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. ആകാശത്ത് വിവിധ തരം മേഘങ്ങൾ നമുക്ക് കാണാം. അതിന്റെ രൂപത്തിനനുസരിച്ചിട്ട് മേഘങ്ങളെ പലതായിട്ട് തിരിക്കാം. സിറസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ. സിറസ് എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ ഈ പറയുന്ന ക്യൂമുലസ് എന്താണ്? എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ആദ്യം സിറസ് നോക്കാം. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ട്, നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ സമാനമായി കാണപ്പെടുന്നതാണ് സിറസ്. തെളിഞ്ഞു കിടക്കുമായിരിക്കും, ഭയങ്കര ഹൈറ്റിലായിരിക്കും. അതാണ് സിറസ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റസ് എന്ന് പറയുന്നത് താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെയാണ് സ്ട്രാറ്റസ് എന്ന് വിളിക്കുന്നത്. താഴ്ന്ന വിതാനങ്ങളില് കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഖലകളെ നമ്മൾ സ്ട്രാറ്റസ്, ഇങ്ങനെ. അപ്പൊ ഇവിടെ ആൻസർ എന്താ? സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുന്ന കട്ടിയുള്ള പാളി. ശരിയാണ്. അടുത്തത് എന്താ ചോദിച്ചിരുന്നത്? ക്യൂമുലസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, എന്താ ക്യൂമുലസ്? ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളാണ് ക്യൂമുലസ് എന്ന് പറയുന്നത്. പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും, മിക്കപ്പോഴും കാണുന്നതാണ് നമ്മള്. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചു കാണപ്പെടുന്നു. തീവ്രമായ സംവഹന പ്രവാഹങ്ങൾ മൂലം ക്യൂമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. അവ ലംബമായ വികസനം കാണിക്കുന്നു. അതും ശരിയാണ്. അടുത്ത ലാസ്റ്റ് വൺ എന്താണ്? നിംബസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘം, ഇതാണ് നിംബസ്. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇവ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. അതാണ് എന്ത്? നിംബസ്. അപ്പൊ ആൻസർ നോക്കിക്കേ, സൂര്യപ്രകാശം എളുപ്പത്തിൽ തുളച്ചു കയറുന്നതിനാൽ നിംബസ് മേഘങ്ങൾ സാധാരണയായി വെളുത്ത നിറമാണോ? അല്ല. സോ ഓപ്ഷൻ 1, 2 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, മഴയെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക. 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനിലയിൽ മഞ്ഞു പരലുകളുടെ രൂപത്തിൽ മഴ പെയ്യുമ്പോഴാണ് മഞ്ഞ് വീഴ്ച സംഭവിക്കുന്നത്. വ്യത്യസ്ത അന്തരീക്ഷ തലങ്ങളിൽ ജലത്തുള്ളികൾ ആവർത്തിച്ച് ഘനീഭവിക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ആലിപ്പഴം രൂപപ്പെടുന്നത്. ഭൂമിയിൽ ഏറ്റവും കുറവ് മഴ പെയ്യുന്ന രൂപമാണ് മഴ. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അതായത് ഭൂമിയിൽ ഏറ്റവും കുറവ് മഴ പെയ്യുന്ന രൂപം മഴ എന്നുള്ളത് ആലിപ്പഴം പെയ്യാറുണ്ടല്ലോ, അതാണ്. റെയിൻഫോൾ ഇസ് ദ ലീസ്റ്റ് കോമൺ ഫോം ഓഫ് പ്രെസിപിറ്റേഷൻ ഉണ്ട്, അതാണ്. അത് മലയാളത്തിലേക്ക് മാറുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, മഴയുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികളുടെ വലിപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വർഷണം, അല്ലെ? വർഷണത്തിന് പല രൂപങ്ങളുണ്ട്: മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച.
ജലതുള്ളികളായിട്ട് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നത് വർഷണ രൂപത്തിലുള്ളതിനെയാണ് നമ്മൾ മഴ എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴയായിട്ടാണ് പെയ്യുന്നത്. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയതിനാൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ, അതാണ് മഞ്ഞുവീഴ്ച, സ്നോഫോൾ എന്ന് പറയുന്നത്. മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുണ്ടാകുന്ന ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞ് കട്ടയായിട്ട് ഭൂമിയിൽ വീഴും. ഇതാണ് എന്ത്? ആലിപ്പഴ വീഴ്ച ആണല്ലോ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നതിന്റെ ആൻസർ എല്ലാം ആയി. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? 1ഉം 2ഉം ശരിയാണ്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ഭൂമിയിൽ ഏറ്റവും കുറവ് പ്രസിപ്പിറ്റേഷൻ രൂപം ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? മഴയാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് 2ഉം ശരിയാണ്. അടുത്തത് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇൻഷീറ്റ് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ പോകണം, കാരണം ഇതെല്ലാ വർഷവും നമുക്ക് അറിയേണ്ടതും ചോദിക്കുന്നതുമാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളും മോൺട്രിയൽ പ്രോട്ടോക്കോളും എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിന്റെ ആൻസർ. കാലാവസ്ഥയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംരംഭങ്ങളെ പരിഗണിച്ചാൽ എങ്ങനെ വരും? 1 ക്യോട്ടോ പ്രോട്ടോക്കോൾ ഹരിതഗ്രഹവാതക ഉത്മവദന കുറയ്ക്കൽ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ നശിപ്പിക്കുന്ന വസ്തുക്കളുടെ കുറവ്, ഭൗമ ഉച്ചകോടി UN അജണ്ട 21 അംഗീകരിക്കൽ, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണവ നിരായുധീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? ഇതിന്റെ ആൻസർ വരുന്നത് 1, 2, 3ഉം ശരിയാണ്. നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് അതുപോലെ കിടപ്പുണ്ട്, നോക്കാം. 1 നോക്കിക്കോ, അന്താരാഷ്ട്ര ഉദ്യമങ്ങള്, ഭൗമ ഉച്ചകോടിയുണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, മോൺട്രിയൽ ഉണ്ട്, എല്ലാം കിടപ്പുണ്ട്. നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ആൻസർ ഇതിനകത്ത് ഏതൊക്കെയാ? ആദ്യം ആൻസർ അങ്ങ് പറയാം. ഓപ്ഷൻ സി 1, 2, 3ഉം ശരിയാണ് കേട്ടോ. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. ഇത് മാത്രമേ ഉള്ളൂ തെറ്റ്. നമുക്ക് നോക്കാം. ലോക കാലാവസ്ഥാ സംഘടന 1950 ഫോം ചെയ്തു. ജനീവയാണ് ആസ്ഥാനം. കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 സ്റ്റോക്ക്ഹോം ആണ് സ്ഥലം. പരിസ്ഥിതി പരിപാലനവും വികസനവുമാണ്. ഫോക്കസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഓൺ ന്യൂക്ലിയർ ഡിസാർമമെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതല്ല. ഓക്കെ, നിരായുധീകരണം അല്ല, പരിസ്ഥിതി പരിപാലന വികസനം, അതാണ് സ്റ്റോക്ക്ഹോം. ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോ പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് UN അജണ്ട 21 തയ്യാറാക്കി. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോയിൽ വെച്ചിട്ട് അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാതങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. മോൺട്രിയൽ പ്രോട്ടോകോൾ 87 മോൺട്രിയലിലാണ് ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തി. പാരീസ് ഉടമ്പടി 2015 പാരീസിലാണ് ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിലാണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം, ഇതാണ് അവരുടെ ഇടപെടലുകൾ. അപ്പൊ ആൻസർ ഇതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ടേബിളും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ 6 മേഖലകൾ നമ്മൾ എടുത്തു. 6 മേഖലകളിൽ നിന്നും SCERT ബേസ് ചെയ്ത ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് ഡിസ്കഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.